ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പിട്ട് വേവിച്ചെടുത്ത് തൊണ്ട് കളഞ്ഞ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കൈകൊണ്ട് പൊടിച്ചെടുത്താൽ അതിൽ കട്ടകൾ കാണും. അപ്പോൾ കട്ട ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ചേരുവകൾ ചേർക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് 2 ടീസ്പൂൺ മൈദ ചേർക്കാം. മൈദയ്ക്ക് പകരം നമുക്ക് കോൺഫ്ലവറോ കടലമാവോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി മുഴുവൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ നിന്ന് 1 ടീസ്പൂൺ മാത്രമേ ഞാനിതിൽ ഇടണുള്ളൂ. ബാക്കി ഇഞ്ചി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതാണ് ഇതിടുന്നത്. ബാക്കി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ തന്നെ മാറ്റി വയ്ക്കണം. ലാസ്റ്റ് നമുക്ക് ഇത് ആവശ്യമുള്ളതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ അതിന് നല്ല കളറും കിട്ടും, അതുപോലെ തന്നെ എരിവും കുറവായിരിക്കും. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി 1 ടീസ്പൂൺ ഗരം മസാല. നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചാറ്റ് മസാല ഇതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഗരം മസാല നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ചേർക്കുന്നത് 1 കോഴിമുട്ടയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അധികം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കണം. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിരിക്കുന്ന കാരണം കൊണ്ട് നല്ല അമർത്തി കുഴക്കേണ്ട ആവശ്യമില്ല. പതുക്കെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. കയ്യിൽ കുറച്ച് വെള്ളം പറ്റിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമ്മുടെ മിക്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മിക്സ് നമുക്ക് ഇതിൽ ഓയിലിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം തീ. ഇടയ്ക്കൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണത്. ഇതിപ്പോൾ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുണ്ടായ ആ വെളുത്തുള്ളി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നേരത്തെ ബാക്കി വെച്ച ഇഞ്ചി പീസുകളും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് 3 വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ഫ്ലേവർ ഇതുമേ പിടിക്കുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.